7,09,00,000. ആ അല്ല, അത് കൂടാതെ പലിശ ഉൾപ്പെടെ നമുക്ക് നഷ്ടപ്പെട്ടതാണ് 101 കോടി. മറ്റതുകൂടി നമുക്ക് കിട്ടണ്ടായിരുന്നു, 7 ചില്ലാൻ കോടി കൂടി കിട്ടണ്ടായിരുന്നു. നമുക്ക് നഷ്ടം 101 കോടിയുണ്ട്, 94 അല്ല, 101 കോടി രൂപയുടെ നഷ്ടം. 2018 നിക്ഷേപിച്ചു, 19 ഇത് ലിക്വിഡേറ്റ് ചെയ്ത് കമ്പനി. അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, ആ പ്രോസസ്സ് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഈ 7 കോടി രൂപ നമുക്ക് കിട്ടിയത്. ഇനി ഇത് സംസ്ഥാനത്തെ ഇടത്തരം ചെറുകിട സംരംഭങ്ങൾക്ക് ലഭിക്കേണ്ട ഫണ്ടാണ്. മുങ്ങാൻ പോകുന്ന വൻകിട കോർപ്പറേറ്റ് സ്ഥാപനത്തിന് നൽകിയത് ഗുരുതരമായ കുറ്റവും ഗുരുതരമായ അഴിമതിയാണ്. പണം മേടിച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അല്ല, ആരെങ്കിലും കൊണ്ട് ഈ കമ്പനിയിൽ നിക്ഷേപിക്കുക. ഞാനതാണ് നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ 2018 ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ എടുത്ത് നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ, അനിൽ അംബാനി വലിയ ക്രൈസിസിലായിരുന്നു. അനിൽ അംബാനിയുടെ മൊത്തം സ്ഥാപനങ്ങൾ വലിയ ക്രൈസിസിൽ നിൽക്കുമ്പോഴാണ് അയാളൊരു ധനകാര്യ സ്ഥാപനത്തിൽ കൊണ്ടുപോയി പണം നിക്ഷേപിക്കുന്നത്. നമ്മൾ പണം നിക്ഷേപിക്കുമ്പോൾ പണം നിക്ഷേപിക്കുന്ന ധനകാര്യ സ്ഥാപനത്തിൻ്റെ ക്രെഡിബിലിറ്റി എന്താണെന്നൊരു അന്വേഷണം നടത്തണ്ടേ? വിശ്വാസ്യത എന്താണ്? അവരുടെ സ്റ്റേച്ചർ എന്താണ്? ഇപ്പോൾ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് എന്താണ്? എത്ര സ്ട്രോങ് കമ്പനിയാണ് എന്ന് പരിശോധിച്ചിട്ടല്ലേ ആരാ പരിശോധിക്കേണ്ടത്? ഇതൊന്നും പരിശോധിക്കാതെ വലിയ തുക കമ്മീഷനായി വാങ്ങിച്ചിട്ടാണ് ഭരണ നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി ചില ഉദ്യോഗസ്ഥന്മാരെല്ലാം കൂടി ചെയ്തിരിക്കുന്നതാണ്. ലിക്വിഡേറ്റ് ആകാൻ പോകുന്ന സ്ഥാപനമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അറിഞ്ഞുകൊണ്ട് തന്നെ ഇത്രയും പണം നിക്ഷേപിച്ചു, കമ്മീഷൻ വാങ്ങിയിട്ടാണ്. ഇനി 11ാം നിയമസഭാ സമ്മേളനത്തിൽ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ട് കുറച്ചാളെ ഞങ്ങൾ നോക്കുമായിരുന്നു. നമ്മളൊരു കാര്യം പറയുന്നതിന് മുമ്പ് പരിശോധിക്കണ്ടേ? ഞങ്ങൾ നിയമസഭയിൽ ചോദിച്ചു ധനകാര്യമന്ത്രിയോട്, ഇതുവരെ അതിന് മറുപടി കിട്ടിയിട്ടില്ല. ഈ വിഷയത്തിൽ ചോദ്യം ചോദിച്ചിട്ട് എന്താ ധനകാര്യമന്ത്രിക്ക് മറുപടി പറയാൻ വിഷമം? KFCയിൽ ചോദ്യം അയച്ചു കൊടുത്താൽ പോരെ? ധനകാര്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സാധാരണ വന്നു കഴിഞ്ഞാൽ അസംബ്ലിയിൽ ചോദ്യം വന്നാൽ സ്പീക്കറുടെ ഓഫീസിൽ നിന്ന് ലെജിസ്ലേച്ചറിൽ നിന്ന് അദ്ദേഹത്തിന് പോകും, ധനകാര്യ മന്ത്രാലയത്തിലേക്ക് പോകും. അവിടെ നിന്ന് KFCയിലേക്ക്, തിരുവനന്തപുരത്തല്ലേ KFC, ഫോണിൽ വിളിച്ചു വെച്ചാൽ കിട്ടുമല്ലോ, ഇൻഫർമേഷൻ കിട്ടില്ലേ? ഇതുവരെ നിയമസഭയിൽ ഉത്തരം തന്നിട്ടില്ല. അപ്പോൾ റിലയൻസ് കമേഴ്സ്യൽ ഫിനാൻസ് ലിമിറ്റഡുമായി നടത്തിയ ഈ നിക്ഷേപത്തിൻ്റെ കരാർ രേഖകൾ സർക്കാർ പുറത്തുവിടാൻ തയ്യാറാകണം എന്ന് ആവശ്യപ്പെടുന്നു. ഈ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് 100% ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ, 100 അല്ല, യഥാർത്ഥത്തിൽ ഒരു 25 കോടി ഒരു സ്ഥാപനത്തിന് കൊടുക്കണമെങ്കിൽ ഒരു 100 കോടി രൂപയുടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ മാത്രമേ കൊടുക്കുകയുള്ളൂ. സാർ ഈ ലോൺ കൊടുക്കുകയുള്ളൂ, സേഫ് ആണെന്ന് കണ്ടിട്ട് ഗ്യാരണ്ടിയും കൂടി വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇത് ഒരു ഗ്യാരണ്ടി ഇല്ലാതെയാണ് ഈ പണം നിക്ഷേപിച്ച് ഇത്രയും പണം നഷ്ടപ്പെടുത്തിയത്. ഇതൊരു അറിയാതെ പറ്റിയ ഒരു അബദ്ധമല്ല. കാരണം അറിയാതെ പറ്റിയ ഒരു അബദ്ധം ആണെങ്കിൽ പോലും ക്ഷമിക്കാൻ പറ്റില്ല. അറിയാതെ പറ്റിയ അബദ്ധമാണെങ്ങനെ? ഈ കമ്പനി മുഴുവൻ മുച്ചൂടും മുടിഞ്ഞു നിൽക്കുന്ന സമയത്താണ്, തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന സമയത്താണ് ഇവർ കൊണ്ട് ഈ പണം നിക്ഷേപിക്കുന്നത്. ഇതിന് ഉത്തരം പറയണ്ടേ? ഇതാരുടെ പൈസയാണ്? ഗവൺമെൻറ് എക്സ്ചക്കറിലെ പൈസയല്ലേ, ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനമല്ലേ? എന്നിട്ടിപ്പോൾ ഈ 23-24 റിപ്പോർട്ടിലും വളരെ അവ്യക്തമായിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴും ഇതിന് അവകാശമുണ്ടെന്ന് പറയണം. ലിക്വിഡേറ്റ് ചെയ്ത കമ്പനിയിൽ നിന്ന് എന്താ അവകാശം ഇത് വരുന്നത് ഉണ്ടെന്ന് ഇപ്പോഴും സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ഗുരുതരമായ ഒരു അഴിമതിയാണ് ഭരണത്തിൻ്റെ മറവിൽ നടന്നത്. അത് മൂടിവെക്കാനുള്ള ശ്രമങ്ങൾ നടന്നു. ഇത്രയും വലിയ ധനകാര്യ നഷ്ടം, 100 കോടി രൂപയിലധികം ധനകാര്യ നഷ്ടം വരുത്തിയ ഈ അഴിമതിയെക്കുറിച്ച് അടിയന്തിരമായി അന്വേഷിക്കാനുള്ള നടപടി സർക്കാർ തീരുമാനിക്കണം. ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ഭരണ നേതൃത്വത്തിലുള്ളവരെ അടക്കം